നന്മ ചെയ്ത് വിശുദ്ധിയിൽ വളരുമ്പോൾ നിന്നെ സ്നേഹിക്കുന്നവരെക്കാൾ കൂടുതൽ ആളുകൾ നിന്നെ ദ്രോഹിക്കാനും വെറുക്കാനും ഉണ്ടാകാം. ദൈവരാജ്യത്തിനൊപ്പം ജീവിക്കുമ്പോൾ ലോകരാജ്യം നിനക്കെതിരെ ഉണ്ടാകും. ഇസ്രായേൽ ജനത വളർന്നു കണ്ടപ്പോൾ ഫറവോ ജനത്തെ ഞെരുക്കാനാണ് ശ്രമിച്ചത്. ആബേലിനെപ്പോലെ ദൈവത്തിന് പ്രീതികരമായി നാം ജീവിക്കുമ്പോൾ നമ്മെ നശിപ്പിക്കുവാൻ കായേൻ്റെ തലമുറക്കാർ നമുക്കെതിരെ വരും. കർത്താവിൻ്റെ അനുഗ്രഹത്താൽ ഇസഹാക്ക് അഭിവൃദ്ധിപ്പെട്ട് വലിയ സമ്പന്നനായതിൽ ഫിലിസ്ത്യർക്ക് ഇസഹാക്കിനോട് അസൂയ തോന്നി. ആ അസൂയ മൂലം ഇസഹാക്കിൻ്റെ പിതാവായ അബ്രാഹത്തിൻ്റെ വേലക്കാർ കുഴിച്ച കിണർ ഫിലിസ്ത്യർ മണ്ണിട്ട് മൂടിക്കളഞ്ഞു. നാം ദൈവത്താൽ അഭിവൃദ്ധിപ്പെട്ട് ഉയരുമ്പോൾ നമ്മോട് അസൂയ തോന്നുന്നവരും നമുക്കുള്ളത് നശിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഫിലിസ്ത്യരുടെ തലമുറക്കാർ നമുക്ക് ചുറ്റുമുണ്ടാകും. പിതാവായ യാക്കോബ് ജോസഫിനെ കൂടുതൽ സ്നേഹിക്കുന്നത് കണ്ടപ്പോൾ സഹോദരങ്ങൾക്ക് ജോസഫിനോട് അസൂയ തോന്നി. ജോസഫിനോട് സൗമ്യമായി സംസാരിക്കാൻ സഹോദരങ്ങൾക്ക് കഴിഞ്ഞില്ല. ജോസഫിനെ സഹോദരങ്ങൾ നശിപ്പിക്കാൻ ശ്രമിച്ചതുപോലെ നാം ദൈവത്തിന് പ്രിയപ്പെട്ടവനാണെന്ന് മറ്റുള്ളവർക്ക് തോന്നിയാൽ നമ്മോട് അസൂയയോ അമർഷമോ തോന്നിയേക്കാം. സാവൂൾ രാജാവിനേക്കാൾ കൂടുതൽ ദാവീദ് അഭിനന്ദിക്കപ്പെടുകയും പ്രശംസിക്കപ്പെടുകയും ചെയ്തപ്പോൾ സാവൂളിന് ദാവീദിനോട് കോപം തോന്നുകയും സംശയദൃഷ്ടിയോടെ വീക്ഷിക്കാൻ തുടങ്ങുകയും ചെയ്തതുപോലെ നമ്മുടെ ആത്മീയ വളർച്ചയിലും വിജയങ്ങളിലും നമ്മോട് കോപിക്കുകയും സംശയത്തോടെ വീക്ഷിക്കുകയും ചെയ്യുന്നവരുണ്ടാകും. സത്യത്തിൻ്റെ വഴികളിലൂടെ ദൈവേഷ്ടം നിറവേറ്റി യേശുവിനെപ്പോലെ ജീവിക്കുമ്പോൾ നാമും ഒറ്റിക്കൊടുക്കപ്പെട്ടേക്കാം. അത്തരം വേദനാജനകമായ അനുഭവങ്ങളിൽ തെല്ലും നാം ഭയപ്പെടേണ്ടതില്ല, തളരേണ്ടതില്ല. കൂടുതൽ കരുത്തോടെ മുന്നേറുക. യേശു കൂടെയുണ്ട്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 33-ാം തിരുവചന പ്രകാരം പറയുന്നു, ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും, എങ്കിലും ധൈര്യമായിരിക്കുവിൻ, ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. യേശുവിൻ്റെ ഈ വാക്കുകൾ നമുക്ക് ഓർക്കാം. യേശു ലോകത്തെയും മരണത്തെയും ജയിച്ചവനാണ്. യേശുവിൻ്റെ കൃപയാൽ നമുക്കെല്ലാറ്റിനെയും ജയിക്കാൻ സാധിക്കും. പരിശുദ്ധാത്മാവ് നമ്മെ ശക്തിപ്പെടുത്തട്ടെ. ആമേൻ.